ഇന്ന് ലോകത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെടുന്നത് ഈ ബ്രസീലിയൻ സാഹിത്യകാരനാണ് എന്ന് പറയാം. ഒട്ടേറെ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിലായി ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ദശലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിയുന്നുമുണ്ട്. കടന്നുപോകുന്ന വഴിയിലെ കൗതുകമുണർത്തുന്ന വിശേഷങ്ങളും അവൻ അവയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവൻ്റെ വർത്തമാനം മുഴുവൻ ആ പെൺകുട്ടിയെക്കുറിച്ച് മാത്രമായിരുന്നു. ഇനി 4 ദിവസത്തെ വഴി, പിന്നെ അവളുടെ ഗ്രാമമായി. ഒരു പലചരക്ക് കച്ചവടക്കാരനായിരുന്നു അവളുടെ അച്ഛൻ. കഴിഞ്ഞ 1 വർഷം മാത്രമേ അവൻ അവിടെ പോയിട്ടുള്ളൂ. ഒരു ചങ്ങാതിയുടെ നിർദ്ദേശപ്രകാരം അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ അവിടെ കൊണ്ടുചെന്നു. അവയുടെ രോമമെല്ലാം വിലക്കെടുക്കാൻ അയാൾ തയ്യാറായിരുന്നു. പക്ഷേ രോമം വെട്ടുന്നത് സ്വന്തം കൺമുൻപിൽ തന്നെ വേണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു. അല്ലെങ്കിൽ ഇടയൻ തന്നെ കബളിപ്പിച്ചാലോ? കുറച്ച് കമ്പിളി വിൽക്കാനുണ്ട്, എടുക്കുന്നോ? അന്ന് ആ കടയുടെ മുൻപിൽ ചെന്നു നിന്ന് ആ ഇടയബാലൻ കച്ചവടക്കാരനോട് ചോദിച്ചു. ഉച്ചതിരിഞ്ഞു വാ, മുതലാളി മറുപടി പറഞ്ഞു. കടയിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു. കുറച്ചു മാറി കടയിലേക്കുള്ള കൽപ്പടവുകളിലൊന്നിൽ അവൻ കാത്തിരുന്നു. സഞ്ചി തുറന്ന് ഒരു പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി. അല്ല, ആട്ടിടയന്മാർ വായിക്കുമോ? ഞാൻ ആദ്യമായി കാണുകയാണ്. തൊട്ടു പിന്നിൽ നിന്ന് ഒരു പെൺകിടാവിൻ്റെ സ്വരം. കറുത്ത നീണ്ട മുടി, മൂറിഷ് ജേതാക്കളുടെ ചായ തോന്നിക്കുന്ന കണ്ണുകൾ, തനി ആൻഡലൂസിയക്കാരി. സാധാരണയായി ഞാൻ അധികവും പഠിക്കുന്നത് എൻ്റെ ഈ ആട്ടിൻപറ്റത്തിൽ നിന്നാണ്, പുസ്തകങ്ങളിൽ നിന്നല്ല, അവൻ മറുപടി പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ സംഭാഷണം ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടുപോയി. അതിനിടയിൽ അവൾ പറഞ്ഞു, ആ കടയുടമസ്ഥനാണ് അവളുടെ അച്ഛൻ എന്ന്. പിന്നെയും ഒരുപാട് വർത്തമാനം അവൾ പറഞ്ഞു. നാട്ടിൻപുറത്തെ വിരസമായ ദിവസങ്ങൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ ഇഴഞ്ഞു നീങ്ങുന്നു. അവനും ധാരാളം പറയാനുണ്ടായിരുന്നു. ഉൾനാടുകളിലെ വർത്തമാനങ്ങൾ, താൻ തങ്ങിയ മറ്റു പട്ടണങ്ങളിലെ വിശേഷങ്ങൾ. അങ്ങനെ അവളുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അവന് നല്ല രസം തോന്നി. തൻ്റെ ആട്ടിൻപറ്റവുമായി സൊള്ളുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വായിക്കാൻ പഠിച്ചത്? അവളുടെ ചോദ്യം. സാധാരണ എല്ലാവരും പഠിക്കുന്നത് പോലെ തന്നെ, സ്കൂളിൽ പോയി. അവൻ്റെ ഉത്തരം. അത്രയ്ക്കൊക്കെ പഠിപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വെറുമൊരു ആട്ടിടയനായതെന്തിനാ? ആ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി പറയാൻ എന്തുകൊണ്ടോ അവൻ മടിച്ചു. പറഞ്ഞു കൊടുത്താൽ തന്നെ അത് അവൾക്ക് മനസ്സിലാവില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഉരുണ്ടുപിരണ്ട് എന്തോ പറഞ്ഞ് അവൻ ഒഴിഞ്ഞുമാറി. അവളുടെ ശ്രദ്ധ തിരിക്കാനായി തൻ്റെ നീണ്ട യാത്രകളെക്കുറിച്ച് അവൻ പറയാൻ തുടങ്ങി. വഴിയിലെ കൗതുകങ്ങൾ, അസാധാരണമായ അനുഭവങ്ങൾ. തികഞ്ഞ ശ്രദ്ധയോടെ അവൾ അതൊക്കെ മൂളിക്കേട്ടു. ആ വിടർന്ന കറുത്ത കണ്ണുകളിൽ ഭയവും വിസ്മയവും മാറി മാറി തെളിഞ്ഞു. അതിനിടയിൽ എപ്പോഴോ അവൻ്റെ മനസ്സ് സ്വയം അറിയാതെ തുടിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടിയുടെ സാമീപ്യം അതുവരെയില്ലാതിരുന്ന മോഹങ്ങൾ അവൻ്റെ മനസ്സിൽ ഉണർത്തി. എന്നും അവൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, ആടുകളെയും കൊണ്ട് ചുറ്റിത്തിരിയുന്നതിന് പകരം അവളുടെ കൂടെ എവിടെയെങ്കിലും ഒന്ന് സ്ഥിരമായി പാർപ്പുറപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അവൻ സങ്കല്പത്തിൽ കണ്ടു തൻ്റെ ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്ന നിറപ്പകർച്ച.